നമസ്കാരം. കഴിഞ്ഞ ദിവസം OP-യിൽ ഒരു 25 വയസ്സുള്ള ഒരു ലേഡി വന്നു. അവർക്ക് സോറിയാസിസ് ആണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് അവർക്ക് പകരുമെന്ന് പറഞ്ഞ് ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുത്തു. അതിൽ നിന്നാണ് എനിക്ക് ചെയ്യണമെന്ന് മസ്റ്റായിട്ട് തോന്നിയത്. ഈ സോറിയാസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, എത്ര നിങ്ങൾ മിക്കവരും കേട്ട് കാണിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന തൊലിപ്പുറത്തുണ്ടാകുന്നൊരു അസുഖമാണ് ഈ സോറിയാസിസ്. ഈ സോറിയാസിസ് നമ്മുടെ തലയിലും നമ്മുടെ വെള്ളി കളറിലുള്ള ശൽക്കങ്ങൾ പോലെ, അതായത് ഫ്ലേക്സ് എന്ന് പറയും, സിൽവറി ഫ്ലേക്സ്. അപ്പോൾ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഇല്ല, അതിനേക്കാളും കുറച്ചുകൂടി കൂടിയ തരത്തിൽ കുറച്ച് പൊറ്റ പോലെ കാണും. ആ പൊറ്റ തലയിൽ വരും. അതുപോലെ ശരീരത്തിലും അത് പാടുകൾ, വെള്ള പാടുകൾ, ശൽക്കങ്ങൾ വരുന്ന തരത്തിലുള്ള വട്ടത്തിലുള്ള പാടുകൾ കാണും. അത് ശരീരത്തിൽ എല്ലായിടത്തും പല സ്ഥലങ്ങളിലും വരാം. അപ്പോൾ കേരളത്തിൽ അത് വളരെ ഒട്ടും റെയറായിട്ടുള്ള അസുഖമല്ല. കേരളത്തിൽ തന്നെ 3-4 ലക്ഷം ആളുകൾക്ക് ഈ അസുഖം ഉള്ളവരുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലും കാണാം. 3-4 ലക്ഷമെങ്കിലും കാണുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് 1 to 2% ഓഫ് പോപ്പുലേഷൻ അഫക്റ്റഡ് ആണ് നമ്മുടെ നാട്ടിൽ. അത് ഒരിക്കലും ഒരു പകരുന്ന അസുഖമല്ല. നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ഒന്നും ഒരിക്കലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നൊരു അസുഖമൊന്നും അല്ലിത്. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിനെതിരെ പ്രതികരിക്കുന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ സോറിയാസിസ്. അത് സോറിയാസിസ് ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് പലപ്പോഴും റൊമറ്റോളജിസ്റ്റിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറിയാസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതുപോലെ തന്നെ സ്കിന്നെ മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ ജോയിൻസിനെ ബാധിക്കാം, സന്ധികളെ ബാധിക്കാം, സന്ധികളിൽ വേദന വരാം, നട്ടലിനെ ബാധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നഖങ്ങളെ ബാധിക്കാം. അപ്പോൾ ഇത് പല അവയവങ്ങളെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പല ജോയിൻസിനെ ബാധിച്ച് സന്ധികൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ അത് വരാം. അപ്പോൾ അതിനെയാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പോപ്പുലേഷനെ ബാധിക്കുന്ന അസുഖമാണ്. അതൊരിക്കലും പടരുന്നതോ അല്ലെങ്കിൽ ചിലർ പറയേണ്ട കുടുംബത്തിനെന്തോ ശാപം കിട്ടിയതുകൊണ്ട് സർപ്പശാപം കൊണ്ട് കിട്ടിയതാണ്. ഒരിക്കലുമല്ല. കാരണം ചെതുമ്പൽ വരുമ്പോൾ അവർ സർപ്പശാപം കൊണ്ട് കിട്ടിയത് ഒരിക്കലുമല്ല. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ആ ജനറ്റിക്സും അതിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടറും അതിൽ ഇൻവോൾവ് ആണ്. പക്ഷേ പണ്ട് കാലത്ത് അതിന് കാര്യമായിട്ട് ചികിത്സയൊന്നും ഇല്ലായിരുന്നു. 25 കൊല്ലം മുമ്പ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെല്ലാം കാര്യമായിട്ട് ചികിത്സ ഇല്ലാത്ത പോലെ സോറിയാസിനും കാര്യമായിട്ട് ചികിത്സ ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ചികിത്സയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. പണ്ട് മെതോട്രെക്സിൻ എന്ന ഡ്രഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന് ശേഷം കഴിഞ്ഞൊരു 10-15 വർഷത്തിനുള്ളിൽ അപ്രിമിലാസ്റ്റ് എന്ന് പറയുന്ന മരുന്ന്, ടൊഫാസിൻഡിബ് എന്ന് പറയുന്ന മരുന്ന്, പല തരത്തിലുള്ള ബയോളജിക്കൽ, എനിക്ക് തോന്നുന്നു 15 മുതൽ 20ഓളം ഡ്രഗ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഈ ഡ്രഗ്സ് എല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഇപ്പം നമ്മൾ പറയാൻ 90-95% ആളുകളെയും പൂർണ്ണമായിട്ടും അസുഖം കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് സോറിയാസിസും സോറിയാറ്റിക് ആർത്രൈറ്റിസും ഉള്ള പേഷ്യൻസിന് സാധാരണ ജീവിതം നയിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ടോട്ടലി നോൺ ട്രീറ്റബിൾ ഡിസീസായിട്ട് പോയിരുന്ന ഈ അസുഖം ഇപ്പോൾ പൂർണ്ണമായും ട്രീറ്റബിളായി അവർക്ക് സ്കിന്നൊക്കെ നോർമലായിട്ട് സാധാരണ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സോറിയാസ് ഉള്ളതുകൊണ്ട് അവരുടെ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം അവർക്ക് ഡൈവേഴ്സിലോട്ട് പോയില്ല. അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.